2 കൊല്ലമായി സുപ്രീം കോടതിയിലെത്തിയ ഹർജികളിലാണ് അഞ്ചംഗ ബെഞ്ച് ഇന്ന് വാദം കേട്ടു തുടങ്ങിയത്. ചീഫ് ജസ്റ്റിസ് JS കെഹാറിന് പുറമെ ജസ്റ്റിസുമാരായ കുര്യൻ ജോസഫ്, RF നരിമാൻ, UU ലളിത്, അബ്ദുൾ നസീർ എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് വിഷയം പരിഗണിക്കുന്നത്. മുത്തലാഖിനെ എതിർക്കുന്നവർക്കും അനുകൂലിക്കുന്നവർക്കും 3 ദിവസം വാദത്തിന് അനുമതി നൽകിയിട്ടുണ്ട്. പ്രധാനമായും 4 വിഷയങ്ങളാണ് കോടതി പരിശോധിക്കുന്നത്. ഇസ്ലാം മതത്തിന് മൗലികമാണോ മുത്തലാഖെന്നും നിർബന്ധപൂർവ്വം നടപ്പാക്കേണ്ടതാണോ അതെന്നും കോടതി പരിശോധിക്കും. മതപരമായ അവകാശമാണെന്ന് കണ്ടെത്തിയാൽ വിഷയത്തിൽ ഇടപെടില്ല. അതേസമയം ബഹുഭാര്യത്വം, നിക്കാഹ് ഹലാല തുടങ്ങിയ വിഷയങ്ങളിലേക്ക് കടക്കില്ലെന്നും അഞ്ചംഗ ബെഞ്ച് വ്യക്തമാക്കി. നേരത്തെ ഈ വിഷയം പരിഗണിക്കാൻ തീരുമാനിച്ചപ്പോൾ ഏകീകൃത വ്യക്തി നിയമവുമായി ബന്ധപ്പെട്ട വിഷയം പരിഗണിക്കില്ലെന്ന് കോടതി പറഞ്ഞിരുന്നു. കോടതിയെ സഹായിക്കുന്ന മുതിർന്ന അഭിഭാഷകൻ സൽമാൻ ഖുർഷിദ് മുത്തലാഖ് ഒരു വിഷയമല്ലെന്ന് ചൂണ്ടിക്കാട്ടി. ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ഭിന്നത പരിഹരിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാകാതെ മുത്തലാഖ് പൂർണ്ണമാകില്ലെന്നും ഖുർഷിദ് ചൂണ്ടിക്കാട്ടി. ഒരു തവണ തലാഖ് ചൊല്ലിയ ശേഷം 3 മാസത്തിനുള്ളിൽ പിൻവലിച്ചില്ലെങ്കിൽ അത് വിവാഹമോചനമായി കണക്കാക്കുമെന്നും ഖുർഷിദ് പറഞ്ഞു. മുസ്ലിം വ്യക്തി നിയമ ബോർഡിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബലും സൽമാൻ ഖുർഷിദിന്റെ വാദങ്ങളെ പിന്തുണച്ചു. മുസ്ലിം വ്യക്തി നിയമം എന്നാൽ എന്താണെന്ന് വാദത്തിനിടയിൽ സുപ്രീം കോടതി ചോദിച്ചു. മുത്തലാഖ് ചൊല്ലിയ ശേഷം വീണ്ടും അനുരഞ്ജനത്തിനുള്ള വഴികൾ നിയമപരമാക്കിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ലെന്ന് സൽമാൻ ഖുർഷിദ് മറുപടി നൽകി. കോടതിയിൽ വാദം തുടരുകയാണ്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.